ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു ഹെൽത്തി ആയിട്ടൊരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് 1/2 കിലോ റവ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുരിങ്ങയില ഒരു വലിയ 3 തണ്ട് എടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 4 കാന്താരി മുളക് അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു സവോളയോ ചുമന്നുള്ളി ഏത് വേണമെങ്കിലും എടുക്കാം. ഒരു ക്യാരറ്റ്, ഒരു തേങ്ങയുടെ പകുതി തേങ്ങയുണ്ട്, ഒരു മുറി തേങ്ങ. പിന്നെ വേണ്ടത് നമുക്ക് ജീരകവെള്ളം ഞാൻ ഇവിടെ തിളച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇതെല്ലാം വഴറ്റിയെടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് കടുക് ഇടാം. നമ്മുടെ കടുകെല്ലാം പൊട്ടി. ഞാൻ കുറച്ച് എള്ളിടുന്നുണ്ട്. നമ്മുടെ ഇഞ്ചി കാന്താരിയിലിട്ട് നമ്മുടെ ക്യാരറ്റോട് ഇടാം. ഇതൊന്ന് പകുതി മൂപ്പായി കഴിയുമ്പോൾ മുരിങ്ങയില ഇട്ടാൽ മതി. ഉണക്കമുളക് മുറിച്ചതിടാം. ഇതൊരുമാതിരി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ഇടാം. നമ്മുടെ വേപ്പില, ഇത്ര ആയിക്കഴിഞ്ഞിട്ടാൽ മതി മുരിങ്ങയില. ഇതെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കാം. ജീരകവെള്ളം തിളപ്പിച്ച് ഒഴിക്കാവേ. തീ കുറച്ച് വെച്ചുകൊണ്ട് നമ്മുടെ റവ ഇടാം. റവ ഞാൻ വറുത്ത് വെച്ചതാണ് കേട്ടോ. നേരത്തെ തന്നെ റവ വറുത്ത് വെച്ചിരുന്നാണ്. 1/2 കിലോ റവ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് കുറേശ്ശെ ഇട്ട് നമ്മൾ ഇളക്കി കൊടുത്തൊന്ന് മൂടി വെക്കണം. വെള്ളം പിന്നെ വേണമെങ്കിൽ കുറച്ച് തളിച്ച് ഒഴിച്ചാൽ മതി. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാനാണ് നേരത്തെ തിളപ്പിച്ച് വെക്കുന്നത്. ഇനി ഇതൊരു 5 മിനിറ്റ് തീ കുറച്ച് വെച്ചൊന്ന് മൂടി വെക്കാം. അത് കുറച്ച് വെള്ളം നടുക്കോട്ട് ഞാൻ ഒഴിക്കുവാണേ.
തേങ്ങ അതിൻ്റെ അകത്തേക്ക് ഇടാം. തേങ്ങ ആദ്യം ഇട്ടാലും കുഴപ്പമില്ല. ഇനി ഒന്നുകൂടെ മൂടി വെക്കണം. വളരെ തീ കുറച്ച് വെച്ച് ഇതിങ്ങനെ മൂടി പൊത്തി വെച്ച് ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കണം. എങ്ങനെയായെന്ന് പതുക്കെ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തേങ്ങ വെന്ത് വന്നു. തേങ്ങ എല്ലായിടത്തും ആകത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്താൽ മതി. ആദ്യം തേങ്ങ ഇട്ടാൽ മൂട്ടി പിടിക്കുമല്ലോ എന്ന് തേങ്ങ ഇടാത്തത്. അതിന് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന്. വളരെ ഹെൽത്തിയാണ് അപ്പോൾ ഇത്തരം മുരിങ്ങയിലയും ക്യാരറ്റും ഒക്കെ ചേർത്തുണ്ടാക്കുന്നത്. അപ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിലും കറിയില്ലേലും ഇത് കഴിച്ചോളും. വേവ് കുറവെന്ന് തോന്നുന്നവർക്ക് ഇച്ചിരി തിളച്ച വെള്ളം തന്നെ ഒഴിക്കാവുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ ഇവിടെ കറക്റ്റ് വേവായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി ഇരുന്നോട്ടെന്ന് എഴുതിയാണ്. തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഉണ്ടല്ലോ, നമുക്ക് തീ ഓഫ് ചെയ്യാം. ഉപ്പുമാവ് റെഡിയായി. എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവാണ്.